ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഇന്നലെ രാത്രിയായി UK നിന്ന് എത്തിയപ്പോൾ. എന്നിട്ട് ഇന്ന് രാവിലെ 4:30 ഉറങ്ങാൻ കിടന്നപ്പോൾ. എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇവിടെ അരമണി ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ മാതാവിനെ ഒന്ന് കാണണമെന്ന്. എനിക്കറിയാം ജോസഫ് അച്ഛന് ഇഷ്ടമല്ല നമ്മളിങ്ങനെ മുട്ടിലഴിഞ്ഞ് വരുന്നതും അങ്ങനെ ഒരു നേർച്ചയോ അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ഇഷ്ടമല്ല എന്ന് അറിയാം. പക്ഷേ എൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അങ്ങനെ എന്നെ മരണത്തിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും എനിക്ക് കൊടുക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലോർഡ് ആവേ മറിയ, പ്രൈസ് ദ ലോർഡ്, ആവേ മറിയ. എൻ്റെ പേര് ശ്രീരഞ്ജിനി ഹരിദേവ്. ഞാൻ UK നിന്നാണ് വരുന്നത്. സ്ഥലം കരുനാഗപ്പള്ളിയാണ്. ഇങ്ങനെ ഇവിടെ മാതാവിൻ്റെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എന്നെ ഉയർത്തിയതിനെ ഓർത്ത്, ഇങ്ങനൊരു അവസരം തന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഇന്നലെ രാത്രിയായി UK നിന്ന് എത്തിയപ്പോൾ. എന്നിട്ട് ഇന്ന് രാവിലെ 4:30 ഉറങ്ങാൻ കിടന്നപ്പോൾ. എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇവിടെ അരമണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. അത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ മാതാവിനെ ഒന്ന് കാണണമെന്ന്. എനിക്കറിയാം ജോസഫ് അച്ഛന് ഇഷ്ടമല്ല നമ്മളിങ്ങനെ മുട്ടിലഴിഞ്ഞ് വരുന്നതും അങ്ങനെ ഒരു നേർച്ചയോ അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ഇഷ്ടമല്ല എന്ന് അറിയാം. പക്ഷേ എൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അങ്ങനെ എന്നെ മരണത്തിൽ നിന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും എനിക്ക് കൊടുക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുട്ടിലഴിഞ്ഞ് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് ഞാൻ നന്ദി പ്രകടിപ്പിച്ചതാണ്. പക്ഷേ എനിക്കറിയാം അതിവിടെ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ എൻ്റെ ഈ ശരീരം കൊണ്ട് എനിക്ക് അത്രയെങ്കിലും ചെയ്യണമായിരുന്നു. ഞാൻ ഒരു 3 വർഷം മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആ ഒരു സാക്ഷ്യം 7 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടതാണ്. ഒന്നുമില്ലാത്ത എന്നെ ഇങ്ങനെ ഉയർത്തി ഇവിടെ ആൾക്കാരുടെ മുന്നിൽ, ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു സാക്ഷിയാക്കിയ എൻ്റെ ഈ ജീവനുള്ള മാതാവിനും ജീവനുള്ള ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കഴിഞ്ഞ വട്ടം ഞാൻ വന്നിട്ട് പറഞ്ഞത് ഞാൻ UK യിലേക്ക് പോവുകയാണ്, എൻ്റെ ഈ 2 മക്കളെ എനിക്ക് കൊണ്ടുപോകണം എന്നാണ്. ഒരാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ 2ാമത്തെ ആൾക്ക് ആ സമയത്ത് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന് പെട്ടെന്ന് പനിയൊക്കെ കൂടിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. ആ ഒരു സമയത്ത് ഞങ്ങളൊരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ മക്കൾക്ക് സ്കൂളും എൻ്റെ ജോലി സ്ഥലവും എല്ലാം ഒരുക്കി ദൈവമാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ആ ഒരു സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഉടനെ തന്നെ ഡെലിവറി ഉണ്ട്. എൻ്റെ 9th മന്ത് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് വേറൊരു വീട് വേണം. ആ ഒരു സമയത്ത് ഇപ്പോഴും UK യിലുള്ള ആളുകൾക്കറിയാം വീട് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ആ വയറുകൊണ്ട് മുട്ടുകുത്തി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു 3 ബെഡ്റൂമുള്ള വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് 3 ബെഡ്റൂമിന് പകരം 3 നിലയുള്ള വീട് തന്നെ എന്നെ അനുഗ്രഹിച്ചു. ആ 3 നില വീട്ടിൽ എനിക്ക് എൻ്റെ 3 കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതിന് 1000 നന്ദി ദൈവത്തിന്. അത് കഴിഞ്ഞിട്ട് ഡെലിവറി സമയത്ത് ഞങ്ങൾക്കൊരു കാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നുമില്ലാത്തൊരവസ്ഥ. 2 പേർക്കും ജോലിയുണ്ട്, 2 മക്കളുണ്ട്, പ്രഗ്നൻസിയാണ്. എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു 3 ദിവസം മുൻപ് വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ദൈവമാതാവ് മുടക്കിയിട്ടില്ല. ഓരോ ആളുകളെയും ഓരോ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കി തന്നു. എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്സ് പോലും മുടങ്ങിയിട്ടില്ല. എല്ലാം ദൈവം ഞാൻ പോലും അറിയാത്ത രീതിയിൽ ഓരോ ആളുകളെ വീട്ടിലെത്തിക്കുകയും എല്ലാ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് വാട്ടർ ബ്രേക്കാണ് ഉണ്ടായത്. എൻ്റെ വെള്ളം പൊട്ടി ഒരു സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. രാത്രി ഒരു 11 മണിക്കാണ്. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഹരിയെ വിളിച്ച് എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നീ വരണം എന്ന് പറയാമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുവാണ്. എനിക്ക് വാട്ടർ ബ്രേക്കാണ്, നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ തൈലമാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനങ്ങനെ ചെയ്തു. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ വയറ്റിൽ പുരട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും പറ്റരുത്, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത്, നേരം വെളുക്കണം. എൻ്റെ ഹരി എന്തായാലും ഈ പ്രഗ്നൻസി കഴിയുമ്പോൾ അവന് ലീവും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് ഇവിടുത്തെ പോലെയല്ല, നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിലുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു മാസം 16 ദിവസം ഡ്യൂട്ടിക്ക് പോയാൽ മതി. ആ 16 ദിവസത്തെ ശമ്പളം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ 16 ദിവസത്തിൽ നിങ്ങൾ ഒരു ദിവസം ശമ്പളം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഇല്ല. അപ്പം നമ്മുടെ അവിടെ റെൻറ്റാണ്, കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അത് പല രീതിയിലും നിങ്ങൾ
വർഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവനെ കഷ്ടപ്പെട്ട് കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇതറിയരുത്, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരണം, ഒരു 8 മണി വരെ എങ്കിലും എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7 മണിയായി, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അത്രയും ഹെവി ആയിട്ട് വാട്ടർ ബ്രേക്ക് ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്ക് നിൽക്കാൻ വയ്യ. എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അറൗണ്ട് ഒരു 11 മണി 12 മണി എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. നീ കളിക്കുവാണോ, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവുണ്ട് കൂടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആംബുലൻസ് വന്നു, പെട്ടെന്ന് തന്നെ പോയി, ഡെലിവറി ആയി. അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആരുമില്ല, ഞാനും ഹരിയേട്ടനും എൻ്റെ 3 മക്കളും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, പ്രസവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ വിടും, കുഴപ്പമൊന്നുമില്ല, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് കുഞ്ഞിന് 16-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ 3-ാമത്തെ നിലയിലിരുന്ന് പാല് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥ, ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്നു, നന്നായിട്ട് വിയർക്കുന്നുണ്ട്, വയറ് വേദനിക്കുവാണോ, എവിടെയാണ് വേദനയെന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ ഒരു നംനെസ് പോലെ. പെട്ടെന്ന് ഞാൻ ആ 3-ാമത്തെ നിലയിൽ നിന്ന് പാല് കൊടുത്തോണ്ടിരുന്ന ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ ഓടി താഴത്തെ നിലയിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ ഹരിയുടെ മുഖം നന്നായിട്ട് മാറി, എന്തൊക്കെയോ മാറുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, എനിക്കപ്പോഴേ മനസ്സിലായി എൻ്റെ ഒരു വശം തളർന്നു പോവുകയാണ്, എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ്, കാലനങ്ങുന്നില്ല, ഞാൻ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹരി പറഞ്ഞു നീ പുറത്തോട്ടിരിക്കാൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷനാവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ടിരുന്നു, പറ്റുന്നില്ല, ഞാൻ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വീഴാൻ പോവാണ്, വീണാൽ ഞാൻ എഴുന്നേക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്, ഹരി നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ 3 കുഞ്ഞുങ്ങളെയും എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കുഞ്ഞുങ്ങളല്ല, എനിക്ക് നോക്കാൻ തന്ന 3 കുഞ്ഞുങ്ങളാണ്, എനിക്കിവരെ ആരോഗ്യത്തോടെ നോക്കണമെങ്കിൽ നീ തന്ന ഹസ്ബൻഡാണ്, ഞാൻ തേടി പിടിച്ച ഹസ്ബൻഡല്ല, നീയായിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ച ഒരു ഹസ്ബൻഡാണ്. അങ്ങേ അവസാനം വരെയും എനിക്കൊരു നല്ല ഭാര്യയായിരിക്കണമെങ്കിൽ, ഈ 3 കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ എനിക്ക് നീ ആരോഗ്യം തന്നേ പറ്റൂ. ഈ 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ആരെങ്കിലും നീ കൊണ്ടുത്താ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ഞാൻ വ്യക്തമായി കണ്ടതാണ്, ഒരു ഗ്രേ കളറിൽ വൈറ്റ് കളറിലെ ലെറ്റേഴ്സിൽ എഴുതി കാണിച്ചു ഈവ്ലീൻ എന്നിങ്ങനെ എഴുതി കാണിച്ചു. അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു നൈജീരിയൻ നേഴ്സാണ്. എനിക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റിയില്ല, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ചു, ഒന്നും മിണ്ടിയില്ല. ഹരി ആരെയും വിളിക്കാത്ത ഒരാളാണ്. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു, എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് അവളുടെ മുഖം, നല്ല ധൈര്യമുള്ള ഒരു നേഴ്സാണ്, അവളുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടു. ഞാൻ നന്നായിട്ട് പേടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ കണ്ണാടി നോക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ, നീ കണ്ണാടി നോക്കരുത്, കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കണ്ണാടി എടുത്തുകൊണ്ട് വരാൻ ഹരിയോട് പറഞ്ഞു. ഹരി മേളിൽ നിന്ന് കണ്ണാടിയായിട്ട് വരുവാണ്. അപ്പം എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നുമില്ല, നിൻ്റെ മുഖം നിനക്കറിയാമല്ലോ, നീ കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ആണ്. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു വശം ഇങ്ങോട്ട് കോടി, പിന്നെ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പതുക്കെ ഈ ഒരു കൈ തളർന്നു, കാല് തളർന്നു, ഞാൻ കിടന്നു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. സ്റ്റാൻഡിങ് BP വളരെ ഹൈ, കിടക്കുമ്പോൾ ഉള്ള BP വളരെ ഹൈ. അവൾ പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് വന്നു. ഈ 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നീ നോക്കിക്കോണേ എന്ന് പറയാൻ പോലും എനിക്ക് നാക്ക് പൊങ്ങിയില്ല. അവൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോളാം പറഞ്ഞു. ആംബുലൻസിൽ പോയി ചെന്നപ്പോൾ തന്നെ സ്ട്രോക്കാണ് എന്ന് അവർ ഡയഗ്നോസ് ചെയ്തു. പ്രസവിച്ച് 16 ദിവസമായതേ ഉള്ളൂ. എൻ്റെ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല, നല്ല വേദനയുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആ വേദനയൊന്നും അറിയാനേ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഞാൻ ആംബുലൻസിൽ വന്ന സമയത്ത് ഹരി പെട്ടെന്ന് ആംബുലൻസിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റും ഇവിടുത്തെ ഉടമ്പടി പുസ്തകവും തന്നിട്ട് പറഞ്ഞു ഇത് കയ്യിൽ വെച്ചേക്ക്, എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥന കാണാപ്പാടമാണ്. ശരിയെന്ന് പറഞ്ഞ് ഈ ലോക്കറ്റ് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി, സ്ട്രോക്ക് വാർഡിൽ അഡ്മിറ്റ് ആയിരുന്നു. ആദ്യത്തെ ദിവസം അവിടെ കിടക്കുവാണ്. അപ്പോൾ അവർ ഇവിടെ നഴ്സിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്കറിയാം, ചെല്ലുമ്പോൾ തന്നെ സ്ട്രോക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. നമ്മുടെ കൈ ഇങ്ങനെ പൊക്കി ഒരു 10 സെക്കൻഡ് വരെ അവരെണ്ണം. 10 സെക്കൻഡ് പോയിട്ട് എനിക്ക് 1 സെക്കൻഡ് പോലും ഈ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. കാല് പൊങ്ങുന്നില്ല, ഈ ഒരു വശം മുഴുവൻ തളർന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, ദേഹം മൊത്തം കോടി. അപ്പോൾ അവർ സ്ട്രോക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. ഒരു സ്കാനിങ് കഴിഞ്ഞു. ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടോയെന്ന് സംശയം. അപ്പോൾ ഒരു സ്കാനിങ്ങും കൂടി വേണം. അപ്പോൾ അവിടെ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടീച്ചിങ് ആണ്. എന്നാലും എനിക്കറിയാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഞാൻ റിക്കവർ ആവില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം എന്നൊരവസ്ഥ വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്
അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, ബോധമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ക്യാൻസറൊക്കെ വന്ന് കിടക്കുന്ന അപ്പച്ചന്മാരുടെയൊക്കെ പാഡ് മാറ്റുമ്പോൾ നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. അവരുടെ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്, ഇനി എൻ്റെ ഹരി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം എൻ്റെ ഈ മലവും മൂത്രവും ഒക്കെ മാറ്റാൻ, എൻ്റെ ഈ ഒരു പാഡ് മാറ്റാൻ. അപ്പോൾ എൻ്റെ ഈ 3 കുഞ്ഞുങ്ങളായിരുന്നു നോക്കും. ഹരി ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്നെന്ന്, എൻ്റെ ഒരു വശം തളർന്നു പോയിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴായിരിക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ അറിയുന്നത്. ഇതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോയി എന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എഴുന്നേക്കണം, എനിക്ക് തിരിച്ചു വരണം, നീ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ, എനിക്കൊരു തെളിവ് വേണം, നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു തെളിവ് വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ഞാൻ കരയുവാണ്, വാവിട്ട് നിലവിളിക്കുവാണ്, പക്ഷെ സൗണ്ടൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഒരു വല്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള സൗണ്ടാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നത്. കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുൻപ് ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ, ഒരു വെളുത്ത സുന്ദരിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നീ മാതാവിൽ വിശ്വസിക്കുന്ന ഒരാളല്ലേ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു, തലയാട്ടി. എന്നാൽ അതാ ഇത് കയ്യിലിട്ടോ, നിനക്കൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ്, ഇവിടുത്തെ മാതാവിൻ്റെ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലിട്ട് തന്നു. അതാരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. അത് അവിടുത്തെ ഒരു നേഴ്സാണെന്ന് എനിക്കറിയാം. ഏത് വാർഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നോ ആ സമയത്ത് അവരവിടെ വരേണ്ട അവസ്ഥയുണ്ടോയെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. പക്ഷെ അവർ വന്നു, എനിക്ക് ആ ബ്രേസ്ലെറ്റ് ഇട്ട് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടല്ലേ, നീ എന്നെ കേൾക്കുന്നുണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ വിരലുകൾ അനക്കാൻ പറ്റി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റി കൈ ഇങ്ങനെ പൊക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൈ പൊക്കി നോക്കി, എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആവേശമായി. ഞാൻ കാലനക്കാൻ നോക്കി, കാലനക്കാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പൊക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നേഴ്സിനെ വിളിച്ചു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവർ വന്നു, ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫ്രണ്ട്, അവളും നേഴ്സാണ്, ഞാൻ അവിടെ അഡ്മിറ്റായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതല്ല. പുള്ളിക്കാരത്തി വന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എൻ്റെ നാക്കിലിട്ട് തന്നു, മാതാവിൻ്റെ എണ്ണ കയ്യിലിട്ട് തന്നു. ഒരു കുഴപ്പമില്ല, മാതാവിൻ്റെ തൈലം എൻ്റെ ഈ ഒരു ശരീരം മുഴുവൻ പുരട്ടിയിട്ട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ഓക്കെയാണ്, അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. കൈ കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുന്നത് പോലെ, എൻ്റെ വിശ്വാസമാണ് കേട്ടോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കും. ഇതെൻ്റെ വിശ്വാസമാണ്, ഇതെൻ്റെ അനുഭവമാണ് ഞാൻ വന്ന് പറയുന്നത്. ഇതെൻ്റെ അനുഭവമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. റിക്കവർ ആയില്ല, പക്ഷേ എനിക്ക് ഓക്കെ ആയി. എനിക്ക് ഫോൺ എടുത്ത് ഹരിയെ ഡയൽ ചെയ്ത് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ ഹരിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇതാണ് പറഞ്ഞത്, വീട്ടിൽ ഉപ്പും തൈലവും ഇരിപ്പുണ്ട്, അത് ഞാനാണെന്ന് സങ്കല്പിച്ച് നീ നിൻ്റെ ആ ഒരു വശത്ത് മൊത്തം പുരട്ടണമെന്ന് പറഞ്ഞു. ഹരി അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതുവരെ തലേ ദിവസം വരെ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ച്, ഒരു പരിചയമില്ലാത്ത, എൻ്റെ നാട്ടുകാരി പോലും അല്ലാത്ത, എൻ്റെ രാജ്യക്കാരി പോലും അല്ലാത്ത മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ കയ്യിൽ ഇരിക്കുവാണ്. അവൾക്ക് ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും എൻ്റെ 16 ദിവസമുള്ള കുഞ്ഞിനെയും കൂടിയാണ് അവൾ നോക്കുന്നത്. അതിനുള്ള ധൈര്യം, അതിനുള്ള ശക്തി, ബലം എല്ലാം എൻ്റെ ദൈവം അവൾക്ക് കൊടുത്തു. ദൈവത്തിന് 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ചേച്ചിക്കൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ വട്ടം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കി. രാത്രി എൻ്റെ 12.25 മണിക്കൂർ 13 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കെ കിടത്തിയിട്ട് ഞങ്ങൾ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളൊരു 3-4 പേരുള്ള കുഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഈ കൃപാസനം എന്ന ഈ പുണ്യസ്ഥലത്തുള്ള ഈ സെക്യൂരിറ്റി ചേട്ടന്മാർ തൊട്ട് ഇവിടെ ആരൊക്കെയുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനാണ് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചത്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതല്ലേ, ചേച്ചി കിടക്കുന്ന ബെഡിൻ്റെ പൊസിഷൻ ഇതല്ലേ, ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നോട് പറയുകയാണ്, ചേച്ചിയുടെ ബാക്കിൽ മാതാവ് നിൽപ്പുണ്ട്, ചേച്ചിക്ക് ഒരു കുഴപ്പവും വരത്തില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്, ചേച്ചിയുടെ റീഡിങ്സ് ഇങ്ങനെയല്ലേ, എൻ്റെ ഹാർട്ട് ബീറ്റ്, എൻ്റെ പൾസ്, ഇതൊക്കെ അവൾ ഇങ്ങോട്ട് പറയുകയാണ്. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ചേച്ചിക്ക് ഒരു കുഴപ്പം വരില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പം ഞാൻ ഉറപ്പിച്ചു, എനിക്കൊരു കുഴപ്പം വരില്ല, ഞാൻ എഴുന്നേറ്റ് നടക്കും എന്ന് എനിക്ക് ഉറപ്പായി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് കാലനക്കാൻ പറ്റി. ഉച്ചയായപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു, 2ാമത്തെ സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ അതിൽ അവർ ബ്രെയിനിൽ ബ്ലീഡിങ് സസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെയിനിൽ ബ്ലീഡിങ് അങ്ങനെ ഒന്നുമില്ലയെന്ന് അവർ കണ്ടുപിടിച്ചു. അതിന് പകരം അവർ പറഞ്ഞത്, ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എനിക്കറിയാം, സ്ട്രോക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നീ മാറ്റിത്തരണം, നീ എൻ്റെ മാതാവാണെങ്കിൽ, എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റണം, ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായി, അത് സ്ട്രോക്ക് അല്ലാതാക്കി മാറ്റണം എന്ന് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടെസ്റ്റ് നടത്തിയിട്ട് അവർ പറയാണ്, ഇത്
0.01% മാത്രം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈഗ്രെയിൻ പ്ലസ് ഔറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈഗ്രെയിൻ ആണ്. അതിൻ്റെ സിംറ്റമാണ് ഇങ്ങനെ ഒരു ബോഡി വീക്ക്നെസ്സും സ്ട്രോക്ക് പോലെയുള്ള സിംറ്റംസും പിന്നെ കോമ സ്റ്റേജും. ഭാഗ്യത്തിന് ഞാൻ കോമയിലേക്ക് പോയില്ല, ദൈവം എന്നെ ഉറക്കി കിടത്തിയില്ല. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്, എന്നെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, എൻ്റെ വിശ്വാസം കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ജീവനോടെ നിലനിർത്തി. എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ മരണം മുഖാമുഖം കണ്ട ഒരാളാണ്. പക്ഷേ എൻ്റെ എല്ലാ ബലഹീനതകളും മാറ്റി ദൈവം എനിക്ക് ദിവസം മുട്ടുകുത്താൻ പറ്റുന്നുണ്ട്, ഈ കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്, ഈ കാലുകൊണ്ടും കൈ കൊണ്ടും എനിക്ക് ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ മക്കളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും 12 മണിക്കൂർ 4 ദിവസമൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ ഞാൻ ആഴ്ചയിൽ 6 ദിവസം എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്നെ ദൈവം ഉയർത്തി. അതിന് ദൈവത്തിന് ഒരായിരം നന്ദി. പ്രൊമോഷൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്നെ ദൈവം ഒരു കെയർ ഹോമിൽ കൊണ്ടെത്തിച്ചു. അവിടെ ഞാൻ പോലും അറിയാതെ, ഞാനൊരു ഏജൻസി സ്റ്റാഫായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുകയും അവർക്ക് എന്നെ വേണമെന്ന് പറയുകയും എനിക്കവിടെ ജോലി കിട്ടുകയും അവിടെ താമസ സൗകര്യം അവർ തന്നെ ഏർപ്പാടാക്കി തരികയും അവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റും. പക്ഷേ ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും, മുട്ടുകുത്തും, മെഴുകുതിരി കത്തിക്കും. അതിനൊന്നും അവിടെ ആരും ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പതുക്കെ എനിക്ക് ഓരോ ഗ്രേഡ് കൂടാൻ തുടങ്ങി. ഇപ്പം ഞാൻ അവിടെ സീനിയർ കെയറർ അസിസ്റ്റൻ്റാണ്. ഞാനിപ്പോൾ അവിടെ ടീം ലീഡാണ്. വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ ദൈവം ഉയർത്തി. മറ്റുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനറായിട്ട് എന്നെ ഉയർത്തി. ഇതൊക്കെ എൻ്റെ കഴിവല്ല, എനിക്കൊരു കഴിവുമില്ല. ഇപ്പോഴും ഞാൻ സീറോയിൽ തന്നെയാണ്. സീറോയിൽ നിൽക്കുന്ന എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയാണ്. അതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ഒരു പ്രൊമോഷൻ അത് എൻ്റെ ഹോമുകാർ തന്നതല്ല. ഞാനിടുന്ന നോട്ട്സ് കണ്ടിട്ട് എൻ്റെ ഹയർ അതോറിറ്റീസ്, ഹെഡ് ഓഫീസുകാർ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട്, എനിക്കറിയില്ല ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന്, ആരോ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് വിസ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പോലും അറിയുന്നത് എൻ്റെ വിസ കോഡ് മാറി. ആദ്യം ഞാനൊന്ന് പേടിച്ചു, അയ്യോ എന്താ വിസ, എൻ്റെ ജോലി പോയെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അല്ല നിനക്ക് പ്രൊമോഷൻ ആയതാണെന്ന്. ഈ പ്രൊമോഷൻ ലെറ്ററുമായിട്ട് ചെന്നപ്പോഴാണ് ഹോമുകാർ പോലും അറിയുന്നത് ഞാൻ പ്രൊമോട്ടഡ് ആയി എന്ന്. ഒത്തിരി സന്തോഷം. വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ മെഡിക്കൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഞാനിപ്പം സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ കഴിവാണ്, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഓരോ നിമിഷവും കൈപിടിച്ച് എന്നെ നടത്തുന്ന ഒരമ്മ. ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുട്ടുകുത്തിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ മുട്ടുകുത്തുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു നല്ലൊരു ഒരു സുഗന്ധം എനിക്ക് കിട്ടി. അത് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്കത് ഫീൽ ചെയ്തില്ല. എനിക്ക് കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ വട്ടം ഞാൻ വന്നപ്പോൾ എനിക്ക് മുത്തുക്കുടയാണ് കിട്ടിയത്. ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാവരും വിചാരിക്കും മുത്തുക്കുട, ഞാൻ ഇങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു കുടയുടെ കീഴിൽ ഞാൻ എന്നും സുരക്ഷിതയായിരിക്കും. എൻ്റെ അമ്മയുടെ നീല മേലങ്കി കൊണ്ട് നമ്മളെല്ലാവരെയും കാത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ ആ ഒരു കുട എനിക്കൊരു സംരക്ഷണമാണ്. എനിക്ക് ലോട്ടിട്ട് കിട്ടിയത് ഇന്നും കുടയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. സാധാരണ ഇവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി. പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെ ഒരു അവസരം കിട്ടി. ആ മുത്തക്കുട പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ധൈര്യമുണ്ട്. എൻ്റെ മാതാവ് എനിക്ക് എന്തോ ഒരു നല്ല കാര്യം, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ദൈവം ചെയ്തു തരാൻ പോകുന്നു. ആ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന്. അതിൻ്റെ നാശത്തിനല്ല, അതിൻ്റെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണെന്ന് വീണ്ടും 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 ബൈബിൾ വചനത്തിലൂടെ ഊന്നി ഉറപ്പിച്ച് എനിക്ക് ബോധ്യം തരുന്ന ഒരമ്മ. ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 12.25 മണിക്കൂറാണ് ഡ്യൂട്ടി. ഈ 13 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ 3 കുഞ്ഞു മക്കളൊക്കെ ഉറക്കി, അവർ ചിലപ്പോൾ 1:30-2 മണിയാണ് ഉറങ്ങാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വൈകിയാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയുണ്ട്. ഞാൻ എത്ര വൈകിയാലും ചെന്നാലും വിളിച്ചാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ തയ്യാറാകുന്ന ഒരു 3-4 പേരുണ്ട്. അവർ പല രാജ്യങ്ങളിലാണ്, പല സ്ഥലത്താണ്, പല ടൈം സോൺസാണ്. ബട്ട് സ്റ്റിൽ അവരെല്ലാം കൂടെ ഉണ്ടാവും, പ്രാർത്ഥിക്കും. അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ ഇഷ്ടമില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾ അറിയുന്നത് എനിക്കിഷ്ടമല്ല. എന്നിരുന്നാലും ഇവിടെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയട്ടെ. പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് അവർക്ക് ബാഗും പുസ്തകങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഫീസൊക്കെ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതെൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും പൊതിച്ചോറ്, കൊല്ലം
പള്ളിയുടെ ഫ്രണ്ടിൽ, ഞങ്ങൾ കൊല്ലത്താണ്, കരുനാഗപ്പള്ളിക്കാരാണ്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ പൊതിച്ചോറുണ്ടാക്കി. അമ്മയ്ക്ക് തീരെ വയ്യാത്ത അമ്മയാണ്, എന്നാലും അമ്മയെ കൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ അമ്മയെ കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ആളുകൾ പൈസ കുറച്ച് ഇടും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വലിയൊരു സംരംഭമൊന്നുമല്ല, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഉള്ള കാരുണ്യ പ്രവർത്തനമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു പള്ളി വേണം എന്നായിരുന്നു. ഇതെൻ്റെ വീടാണെങ്കിൽ ഇത് പള്ളി, അതുപോലെ ഒരു സൗകര്യമാണ് എനിക്ക് ദൈവം. ഇംഗ്ലീഷ് പള്ളിയാണ്, പക്ഷേ എനിക്ക് അവിടെ പോകാനും മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ അവരുടെ കൂടെ ഇടപഴകാനും ഒക്കെ ഒരു അവസരം ദൈവം തരുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുടക്കം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ക്രിസ്ത്യാനിയല്ല, കുർബാനും കേൾക്കാനും മാത്രമേ പറ്റൂ. എനിക്ക് ദൈവത്തിനെ സ്വീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് എന്നെങ്കിലും ദൈവം അത് നടത്തി തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാരും ഫോഴ്സ് ചെയ്തതോ അങ്ങനെയൊന്നും അല്ല, അതെൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതാണ്. അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഇടാനുള്ള ഒരു പേര് പോലും എനിക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അത് അങ്ങനെ ഒരു അവസരത്തിൽ ഉണ്ടാവുമ്പോൾ അങ്ങനെ വന്ന് നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പത്രം അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കോപ്പി എടുത്തിട്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രിൻ്റർ വാങ്ങി, അപ്പം നമ്മൾ അങ്ങനെ ഓൺലൈനിൽ പ്രിൻ്റ് എടുക്കും. പിന്നെ വേറൊരു ഫ്രണ്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു സ്ഥലത്ത് നമ്മളിരുന്ന് തീരുമാനിക്കും ഇന്ന് ഏത് പള്ളിയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ അവർ കൊടുക്കും. പിന്നെ കൂടെയുള്ള ആൾക്കാർ നേഴ്സുമാരുണ്ട്, അവരോടൊക്കെ എൻ്റെ അച്ഛനെ പറ്റിയിട്ടും എൻ്റെ മാതാവിനെ പറ്റിയിട്ടും എൻ്റെ ഈ പള്ളിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. അവരൊക്കെ വരും, ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും എനിക്ക് അവരവിടെ കൊണ്ടുവരാൻ പറ്റും. മറ്റ് പല രാജ്യക്കാരാണ്, കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. അത്രയേ ഉള്ളൂ. എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ബൈബിൾ വായനയുണ്ട്, ജപമാലയുണ്ട്. അത് ജപമാല വൈകുന്നേരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഈ നടന്നു പോകുമ്പോഴും, ചിലപ്പോൾ ഈവൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എൻ്റെ വായിൽ ജപമാല വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയല്ല, പിന്നെയും പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അത് ചെയ്യാമോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ ബോധ്യമാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. എനിക്കത് മാത്രമേ വായിൽ വരുള്ളൂ. പിന്നെ വചനങ്ങൾ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞങ്ങൾ വചനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും മുടക്കം കൂടാതെ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തിനോട്, മാതാവിനോട് നന്ദി പറയാറുണ്ട്. അല്ലാതെ സാക്ഷ്യം ഞങ്ങൾ വെറുതെ കണ്ടിട്ട് വെറുതെ വിടാറില്ല. ആ വ്യക്തിയെ സമർപ്പിച്ച് അവരെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ എളിമപ്പെടുത്തി നടത്തണമെന്ന് ഓരോ നിമിഷവും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയാം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ, ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവരെ ദൈവം രക്ഷിക്കും. പ്രശ്നങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ കണ്ടുമുട്ടുന്നത്. എൻ്റെ നാമം അറിയുന്നവർ ആ ദൈവത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഏത് സാഹചര്യമാണേലും ദൈവം അവരെ ഉയർത്തും, അനുഗ്രഹിക്കും. സ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും അനുഗ്രഹങ്ങളും ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ശ്രീ രഞ്ജിനി ഹരിദേവ് നമ്മളോട് പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ, ആ സ്നേഹത്തോട് ഒട്ടി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ദൈവാനുഭവങ്ങൾ, അനുഗ്രഹങ്ങളുമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. UK-ലായിരുന്നപ്പോൾ 3 കുട്ടികളുണ്ട്, ഹസ്ബൻഡും ഈ മകളും. നമുക്കറിയാം, കുട്ടികളുള്ള സ്ഥലങ്ങളിൽ റെൻ്റ് ഹൗസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ മകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ വീടല്ല, 3 നിലയുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ് അമ്മ മാതാവ് ഇവർക്ക് ക്രമീകരിച്ച് കൊടുത്തത്. അതൊരു വലിയ അനുഗ്രഹമാണ്. അതുതന്നെയുമല്ല, ഈ മകളുടെ പ്രാർത്ഥിച്ച പ്രകാരം, ആഗ്രഹിച്ച പ്രകാരം പള്ളിയുടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ബിൽഡിംഗ് കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കുകയാണ്. പിന്നീടുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ വാട്ടർ ബ്രേക്കായി. അന്ന് ഹസ്ബൻഡ് വരാനായിട്ട് കാത്തിരുന്നു. തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ചൊല്ലിയാണ് കാത്തിരുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ അന്നും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ഡെലിവറി പോസിബിൾ ആവുകയും ചെയ്തു. പിന്നീട് വളരെ
പ്രതിസന്ധിജനകമായ ഒരു സങ്കടകരമായ ഒരു സംഭവമാണ്. ജനിച്ച് 16-ാം ദിവസമായപ്പോൾ ശരീരത്തിൽ വലിയൊരു തളർച്ചയാണ് വന്നത്. സ്ട്രോക്ക് പോലെ, എന്ത് ചെയ്യണമെന്നറിയില്ല. ആദ്യ നിമിഷങ്ങളിലും ഈ മകള് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തളർന്ന ശരീരം, കോടിപ്പോയ മുഖം, എന്ത് ചെയ്യണമെന്നറിയില്ല. 16 ദിവസം മാത്രമുള്ള ഒരു കുഞ്ഞ് കയ്യിൽ പെട്ടെന്ന് ശരീരം സ്ട്രോക്കായെന്ന് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഈശോയും അമ്മയും ഈ മകളെ താങ്ങി നിർത്തുകയാണ്. മനസ്സിൽ എഴുതി കാണിച്ച ഒരു കളറ്, അതായത് ഗ്രേ കളറിൽ വൈറ്റ് കളർ ലെറ്ററായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഈവലിൻ എന്ന പേര് ഒരു നൈജീരിയൻ സ്ത്രീയുടെ പേരാണ്. ആ സ്ത്രീയെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകും. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തെറിഞ്ഞ നിമിഷങ്ങളാണ്. ആ മകൾക്ക്, ഈവലിൻ എന്ന മകൾക്ക് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിൻ്റെ കൂടെയാണ് ഈ 16 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. വേറെ ആരുമില്ല സഹായത്തിന്. അവിടെയും ഈശോയും അമ്മയോടും ചേർന്ന് ഒട്ടി നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സംരക്ഷണമാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ കൊടുത്തിട്ടാണ് ഈ മക്കൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോഴീ മകളെ പ്രാർത്ഥിച്ചത്, അമ്മയെ കൂടെയുണ്ടോ, എൻ്റെ കൂടെയുണ്ടോ എന്നുള്ള പ്രാർത്ഥന. അവിടെയും അമ്മ ഒരു അടയാളം കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ യാദൃശ്ചികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി വരികയാണ്. ഈ മകളുടെ അടുത്തേക്ക് വരികയും ഒരു ബ്രേസ്ലെറ്റാണ് കയ്യിൽ കൊടുക്കുന്നത്. ആ നിമിഷം തന്നെ ഈ മകൾക്ക് മനസ്സിലായി, എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന്. വചനം പറഞ്ഞതുപോലെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന വചനം ഈ മകളുടെ ജീവിതത്തിൽ സ്നേഹത്തോട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ മകളെ കൈവിടാതെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞത്. അങ്ങനെ ആ ബ്രേസ്ലെറ്റ് കൊടുക്കുകയും അത് കയ്യിൽ ഇട്ടിട്ട് പോവുകയും ചെയ്ത്. ആ സ്ത്രീയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടും കണ്ടിട്ടില്ല. ആരാണ് ആ സ്ത്രീ എന്നറിയില്ല. പക്ഷേങ്കിൽ ആ സ്ത്രീ ഉടമ്പടി എടുത്ത ഒരു സ്ത്രീയാണ്. ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതെന്നറിയാം. പക്ഷേങ്കിൽ ആ തക്ക സമയത്ത് മാതാവ് തന്നെയാണ് ഇടപെട്ടുന്നതെന്നാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കുഴപ്പവുമില്ല, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. കരയണ്ട എന്ന് ആശ്വസിപ്പിച്ചാണ് ആ മകൾ തിരിച്ചു പോയത്. പിന്നീട് കൈ പൊക്കുവാൻ സാധിക്കാത്ത ആ കരം തന്നെ മുകളിലേക്ക് ഉയർത്തി. അത് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കൈ ഉയർത്താൻ ശ്രമിച്ചു. പിന്നീട് ഈ മകൾ ആ കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡ് ഫോൺ വിളിച്ച് എങ്ങനെയെങ്കിലും ആ തൈലം വീട്ടിൽ എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഫോണിൽ കൂടെ പറയുകയാണ്. പിന്നീട് കൂട്ടുകാരിമാരും ഉടമ്പടിയിലെടുത്ത മക്കൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡും ഉടമ്പടി തൈലവുമായിട്ട് വന്നു. പിന്നെ അങ്ങനെ കൂട്ടുകാരിമാർ വന്ന് പ്രാർത്ഥിച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് പിന്നീട് കാലിൽ തേച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. കാലിനും ഒരു സ്ട്രെങ്ത് കിട്ടി. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോട് ഒട്ടി നിൽക്കുമ്പോൾ ആ അചഞ്ചലമായ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. ആ കൂട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിന്നിവിടെ വരാൻ ഓർത്തതല്ല, പക്ഷെങ്കിൽ ആ മകൾക്കൊരു ദർശനം കിട്ടുകയാണ്. നീ ഈ ഹോസ്പിറ്റലിലല്ലേ, ഈ എന്ത് ഡ്രസ്സിൻ്റെ കളറും പിന്നെ ഹാർട്ട് ബീറ്റിൻ്റെ നമ്പരും റീഡിങ് പറയുകയും ഒക്കെ ചെയ്തത് ആ മകൾക്ക് പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. വീട്ടിലിരുന്ന് ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്, കൂട്ടുകാർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ മകൾ വന്നില്ലെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും കാണിച്ചു കൊടുക്കുന്നതാണ്, മാതാവ് കാണിച്ചു കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഏത് ഡ്രസ്സാണ് ഇട്ടത്, ഹാർട്ട് ബീറ്റിൻ്റെ റീഡിങ് എന്താണ്, എല്ലാം കാണിച്ചു കൊടുക്കുന്നതെല്ലാം ഈ മകൾ ശ്രീ രഞ്ജിനിയോട് പറഞ്ഞപ്പോൾ മനസ്സിലായി, അമ്മ തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉടമ്പടി തൈലം തേച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 പൊടി കുഞ്ഞുങ്ങളാണ് കയ്യിൽ. ആ ഹസ്ബൻഡ് തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈ മകൾക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഓരോ രീതിയിലും ഒരിക്കലും കൈവിടാത്ത ആ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീടാണ് പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയപ്പോൾ തന്നെ മനസ്സിലായത്. അവർ പറഞ്ഞത് ചിലപ്പോൾ ബ്രെയിനിൽ ബ്ലീഡിങ് കാണും, അത് സസ്പെക്റ്റഡ് ആണ്, അതുകൊണ്ട് സ്കാൻ ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഹെമിപ്ലേജിക് മൈഗ്രെയിൻ എന്ന രോഗമാണെന്ന് മനസ്സിലായത്. അത് ഒന്നെങ്കിൽ സ്ട്രോക്ക് വരാം, അല്ലെങ്കിൽ കോമ വരാം. പക്ഷേങ്കിൽ ഇവിടെയെല്ലാം അവിടെയും ഈശോയും അമ്മയും കൂടെ നിൽക്കുകയാണ് ഈ മകളുടെ കൂടെ. ആ കൈകാലുകളുടെ തകർച്ചയും മുഖം കോടിപ്പോയതും സംസാരിക്കാൻ കഴിയാതിരുന്നതും എല്ലാം ഈ
എല്ലാ കാര്യങ്ങളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ടാണ് തക്ക സമയത്ത് വ്യക്തികളെ വിടുകയും ഓരോ സാഹചര്യങ്ങളിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ആൾ വരികയും അമ്മ മാതാവ് തന്നെ ഇടപെടുകയാണ് ഈ മകളുടെ കാര്യത്തിൽ. കുഞ്ഞിനെ നോക്കാനായിട്ട് ആളെ ഇടപെടുകയും സമയ ചുരുക്കത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിതിൻ 2 ഡേയ്സാണ് ഈ മകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള ഉപയോഗത്തിലൂടെ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു. രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചു. ഇവിടെയെല്ലാം നാം കാണുന്നത് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സംരക്ഷണവും സൗഖ്യവുമൊക്കെയാണ് നാം കാണുമെന്ന്. പിന്നീട് ഈ മകൾ പറയുന്നത് പ്രൊമോഷൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എക്സാമിന് ഈ പ്രൊമോഷൻ്റെ കാര്യത്തിലും പല പ്രാവശ്യവും പ്രൊമോഷൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലും കോഡ് പെട്ടെന്ന് മാറ്റി കൊടുക്കുകയാണ് ഈശോയും അമ്മയും ചേർന്നുകൊണ്ട്. യൂഷ്വലി പലരും റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് പ്രൊമോഷനുള്ളത്. പക്ഷെങ്കിൽ ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായ ഈ മകൾക്ക്, ഏജൻസി വർക്കറായി ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് സീനിയർ ടീം ലീഡറായിട്ട് ഒരു ട്രെയിനർ ആയിട്ട് ഒരു പ്രൊമോഷൻ ലഭിക്കുക. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ് ഈ മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് എത്ര കഴിവില്ലെങ്കിലും നമ്മളെ കൃപയിലൂടെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം പ്രിൻ്റ് ചെയ്യാൻ നമുക്കറിയാം, പലരും പറയാറുണ്ട് പത്രം കിട്ടുന്നില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഈ മകളുടെ സാഹചര്യത്തിൽ അവിടെ UK-യിലും പത്രം ഇല്ല. പക്ഷേങ്കിൽ അവർ ഓൺലൈൻ പത്രം മേടിച്ചിട്ട് ആ പത്രം അവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം അക്രൈസ്തവയായ ഈ മകൾ ചെയ്യുന്നത് കൂടുതൽ പേരെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ടാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം, അടുത്തറിഞ്ഞ ആ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പേപ്പറും പ്രിൻ്റ് ചെയ്ത് എവിടെ ഏത് പള്ളിയിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ഗ്രൂപ്പായിട്ട്, ഉടമ്പടി ഗ്രൂപ്പിൻ്റെ മക്കളുടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച് അത് തന്നെയല്ല, എത്ര വൈകിയാലും നഴ്സസ്, നമുക്കറിയാം സിസ്റ്റർ നഴ്സസ്സാണ്, എനിക്കിത് ഈ പ്രേക്ഷിത പ്രവർത്തനവും ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഈ അക്രൈസ്തവയായ മകള് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാലും ഈ പൊടിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഈ മക്കൾ ഉണർന്നിരുന്നാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥന ചൊല്ലുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈശോയും അമ്മയും കാണാതിരിക്കുക? ഓരോ കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തികളായിട്ടും പൊതിച്ചോറ് കെട്ടി ഒരു സ്റ്റോള് തന്നെ തുറന്നിരിക്കുകയാണ്. അത് മറ്റുള്ളവരെ സഹായിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ആ കൃപയാണ് ദൈവം നൽകിയിരിക്കുന്നത്. പിന്നീട് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെയും ദർശനത്തിലൂടെയും പല പ്രാവശ്യവും മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ വരുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ, കുട കിട്ടുമ്പോൾ ആ കുടയുടെ കീഴിൽ ജീവിതം മുഴുവനും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപയാണ് ഈ മകൾക്ക് കൊടുക്കുന്നത്. ഈശോയമ്മ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും എവിടെയും എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒട്ടി നിൽക്കുന്ന ആ സ്നേഹമാണ്. ഈശോയും അമ്മയും ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹവും ശ്രീരഞ്ജനിയും കുടുംബവും ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുന്ന ഇവരുടെ ആ സ്നേഹവും അത് തന്നെയാണ് ഇവരുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ചൈതന്യപൂർണ്ണമാക്കുന്നത്. കുടുംബത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, രോഗാവസ്ഥ, ബുദ്ധിമുട്ടുകൾ വന്നാലും താങ്ങി നിർത്തുന്ന ആ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലും ഒട്ടി നിൽക്കുന്ന സ്നേഹത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1:37. നമ്മുടെ ജീവിതത്തിൽ എത്ര പരിമിതികളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും മരിയൻ ഉടമ്പടിയിലൂടെ ഇത് സാധ്യമില്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമാക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീരഞ്ജനി ഹരിദേവിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന ആ ജീവിതം. ഈശോ ഇന്ന് തന്നെ UK-യിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നേരെ അമ്മയുടെ അടിയിലേക്കാണ് വന്നേ, വീട്ടിലേക്ക് പോലും പോകാതെ. ഇതാണ് ആ ഒട്ടി നിൽക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനായിട്ടും ഈശോയുടെ അമ്മയുടെ കൃപയ്ക്കായിട്ട് നമുക്കും ആ ഒട്ടിച്ചേർന്ന് നിന്നുള്ള ആ സ്നേഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. രഞ്ജിനി ഹരിദേവിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ.